യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്യാനുള്ള തടസ്സങ്ങളാണ് ഈ പാപങ്ങൾ. അങ്ങനെ ഈ ഉത്തരത്തിനുള്ള വഴി പാപങ്ങൾ കൊണ്ട് അടച്ചു വെച്ചിട്ട് പിന്നെ നീ പരാതി പറയരുത്. ഒരാളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു മാർഗമാണ് അവൻ പരമാവധി ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുക, അറിയാവുന്ന ഫർളുകളൊക്കെ ചെയ്യുക, ഹറാമുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ഒരാളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാത്തവനും ഉത്തരം കിട്ടാം. ഇതിനർത്ഥം മാസിയത്ത് ചെയ്യുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയൊന്നും അള്ളാഹു സ്വീകരിക്കില്ല എന്നൊന്നല്ല. നമുക്കറിയാം കാഫറിന്റെ പ്രാർത്ഥന വരെ അള്ളാഹു തആല ചിലപ്പോൾ സ്വീകരിക്കും. അമ്മ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹ്, മുദ്തറായി കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യുന്നവൻ ആരാണ്? അള്ളാഹു അല്ലാതെ ആരാണുള്ളത് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അതിലൊരു കാഫിറും ഉൾപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹുവിൽ വിശ്വാസമില്ല, അതിനേക്കാൾ വലിയ മാസിയത്ത് വേറെ ഇല്ലല്ലോ, പാപം വേറെ ഇല്ല. അങ്ങനെയുള്ള ഒരു നിഷേധിയുടെ പ്രാർത്ഥന വരെ അള്ളാഹു സ്വീകരിച്ചേക്കും. അവന്റെ ഭൗതികമായ ആവശ്യങ്ങൾ ചിലപ്പോൾ അള്ളാഹു നടത്തി കൊടുത്തേക്കും. പക്ഷെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഒരാൾ തൗബ ചെയ്യുക, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ولي الصالحين وأشهد أن محمدا عبده ورسوله سيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത് ദുആവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില അസറുകളാണ്. ദുആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലാഹു തആല ഒരു അടിമയെ പരിഗണിക്കാനുള്ള കാരണമാണ്. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. അപ്പോൾ ഇസ്ലാമിന്റെ അടിത്തറയാണ് നമുക്കറിയാം തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, ഇബാദത്തിനെ കുറിച്ച് ഹദീസിൽ വന്നത് അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ ആണ് ഇബാദത്ത്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ തൗഹീദിന് ഉറപ്പുണ്ട് എന്നതിന്റെ തെളിവാണ് അവന്റെ ദുആ വർദ്ധിക്കുക എന്നുള്ളത്. കാരണം അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് മനസ്സിലുറച്ച ഒരാൾ, ആ ഇബാദത്തിന്റെ ഫലം എന്താണ് എന്നറിഞ്ഞ ഒരാൾ, അത് ശരിക്കും മനസ്സിൽ ആത്മാർത്ഥതയോടെയാണ് ഉറച്ചിട്ടുള്ളതെങ്കിൽ അയാൾ ധാരാളമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും, ധാരാളമായി ദുആ ചെയ്യും. അപ്പോൾ ദുആ എന്നുള്ളത് ഒരാളുടെ ദീനിന്റെ അടിത്തറയാണ്. അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ആ ദുആ എന്നുള്ളത് തന്നെ അത് ഉദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. അതായത് അതിന്റെ ഫലം കിട്ടുക എന്നുള്ളതല്ല, ദുആ ചെയ്യുക എന്നത് തന്നെ സ്വന്തം നിലക്ക് തന്നെ അതൊരു നേട്ടമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്തിന് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇബാദത്തിന്റെ അടിത്തറ ദുആ ആകുമ്പോൾ, ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം ദുആ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ദുആ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരാളുടെ ദുആക്ക് ഉത്തരം കിട്ടുന്നേ ഇല്ലെന്ന് വിചാരിക്കുക, എന്നാലും ആ ദുആ എന്നുള്ളത് അത് തന്നെ സ്വന്തം നിലക്ക് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, സ്വന്തം നിലക്ക് ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ ദുആ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഫളാഇൽ, ദുആയുടെ ഗുണങ്ങൾ ഖുർആനിലും ഹദീസിലും ധാരാളം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ദുആയുമായി ബന്ധപ്പെട്ട്, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മുൻഗാമികൾ, സഹാബത്തും താബിഈങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള ചില അസറുകളാണ് നമ്മൾ വായിക്കുന്നത്. അല്ലാഹു തആല ഇത് ഇത്തിബാ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖാല അബൂ ദർദാ റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ യുക്സിർ ഖർഅൽ ബാബ്, ആരാണോ നിരന്തരമായി വാതിലിൽ മുട്ടുന്നത്, യൂഷിക്കു അൻ യുഫ്തഹ ലഹ്, അവന് വാതിൽ തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഒരാൾ മറ്റൊരാളുടെ വീട്ടിന്റെ വാതിൽക്ക് പോയിട്ട് കുറെ നേരം മുട്ടിക്കൊണ്ടിരുന്നാൽ ആരാളും തുറന്നു പോകും. അപ്പോൾ അദ്ദേഹം ദുആയുമായിട്ട് ഇതിനെ ഉപമിക്കുകയാണ്. വമൻ യുക്സിരി ദുആ, ആരാണോ പ്രാർത്ഥന അധികരിപ്പിക്കുന്നത്, യൂഷിക്കു അൻ യുസ്തജാബ ലഹ്, അവന് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു സബബാണ് ദുആ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഒരേ കാര്യം തന്നെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കും ചില മുൻഗാമികൾ, താബിഈങ്ങളൊക്കെ ഒരാവശ്യത്തിന് വേണ്ടി കുറേ കാലം ദുആ ചെയ്ത വിഷയം വരുന്നുണ്ട്. അപ്പോൾ ദുആ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹം നടക്കാനുള്ള, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരു കാരണമാണ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സലുല്ലാഹ തൈസീറ ഫി കുല്ലി ഷൈ, എല്ലാ കാര്യത്തിലും അള്ളാഹുവിനോട് തൈസീർ ചോദിക്കുക, എളുപ്പമാക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചാലേ എന്ത് കാര്യം നടക്കുകയുള്ളൂ. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ അത് മറന്നുപോകും. നമ്മുടെ കഴിവുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കഴിവുകൊണ്ടാണ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ തോന്നും. നമ്മുടെ തന്നെ പെരുമാറ്റം ചിലപ്പോൾ കാണുമ്പോൾ
അള്ളാഹുവിന്റെ തൈസീർ, അള്ളാഹു എളുപ്പമാക്കിയിട്ടില്ലെങ്കിൽ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല. അള്ളാഹു നീ എളുപ്പമാക്കിയതല്ലാതെ ഒരു കാര്യം എളുപ്പമാവുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കും. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ രണ്ടക്ഷരം കുൻ എന്നുള്ള ഒരു വാക്ക് അള്ളാഹു പറയും, അത് സംഭവിക്കട്ടെ, ഫയകുൻ, അത് സംഭവിക്കും. അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അള്ളാഹുവിനോട് തൈസീർ ചോദിക്കുക. പണ്ഡിതന്മാര് പറയുന്ന ഒരു മനോഹരമായ വാക്ക് കാണാം. ഒരാളുടെ കാര്യങ്ങൾ നടക്കാൻ, ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരു സബബാണ്, ഒരു കാരണമാണ് അത്തബർറുഉ മിനൽ ഹൗലി വൽ ഖുവ്വ. അവനവന്റെ കഴിവ്, അതിൽ നിന്ന് മനസ്സ് ഒഴിവാവുക. നമ്മുടെ കഴിവും നമ്മുടെ ശേഷിയും അതിനെക്കുറിച്ച് മനസ്സിൽ എത്ര നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നുവോ അതനുസരിച്ച് അവന്റെ കാര്യം നടക്കും. ഇപ്പൊ നമ്മൾ ദീൻ പഠിക്കാൻ പോവുകയാണ്, തലബുൽ ഇൽമ്, അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ഇത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് എത്രമാത്രം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അതനുസരിച്ച് ആ കാര്യം നടക്കുമെന്നാണ്. നമ്മുടെ ആത്മവിശ്വാസം, നമ്മളിലുള്ള വിശ്വാസം അത് കൂടുന്നതിനനുസരിച്ച് ആ കാര്യം പ്രയാസമായി മാറുകയാണ് ചെയ്യുക. അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ഞാനിതിന് പ്രാപ്തനായേക്കും എന്ന് വിശ്വസിച്ചാൽ തിരക്കിടില്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എല്ലാ കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനോട് തൈസീർ ചോദിക്കുക, എളുപ്പമാക്കാൻ വേണ്ടി പറയുക. ഹത്ത ശസ്ഇ ഫിന്നഅൽ, നിങ്ങളുടെ കാലിലുള്ള ചെരുപ്പിന്റെ വാർ പൊട്ടിയാൽ, ചെരുപ്പ് കേടുവന്നാൽ അത് നന്നാകുന്ന കാര്യത്തിൽ പോലും, അത് തുന്നി കൂട്ടുന്നതിന്റെ കാര്യത്തിൽ പോലും അള്ളാഹുവിനോട് തൈസീർ ചോദിക്കുക. അപ്പൊ ചില ഹദീസുകളിൽ കാണാം ഈ ഒരു ആശയത്തിന് എതിരാണെന്ന് തോന്നുന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞത്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിബുഹു അൽ ജവാമിഉ മിന ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ളത് സമഗ്രമായ പ്രാർത്ഥനകളായിരുന്നു, അതായത് വിശാലമായ അർത്ഥമുള്ള പ്രാർത്ഥനകൾ. അല്ലാഹുവേ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറും ചോദിക്കുന്നു, അങ്ങനെയുള്ള വലിയ ആശയമുള്ള പ്രാർത്ഥനകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടം. ചില റിപ്പോർട്ടുകളിൽ മറ്റുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കുമായിരുന്നു. അതല്ലാത്ത പ്രാർത്ഥനകൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഒഴിവാക്കുമായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാ യോജിപ്പിക്കുക? പണ്ഡിതന്മാർ പറയുന്നത് അസ്ൽ അതാണ്. അടിസ്ഥാനപരമായി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വിശാലമായ പ്രാർത്ഥനകളാണ്. പക്ഷെ ഒരു കാര്യം മുന്നിൽ വന്നാൽ, ഇപ്പൊ ചെരുപ്പ് പൊട്ടി, അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹു ചെരുപ്പിന്റെ വാർ ശരിയാക്കി തരണം. നേരെ മറിച്ച് ഒരാൾ വെറുതെ ഇരിക്കുമ്പോൾ, ഇപ്പോ ബാങ്കിന് ഇഖാമത്തിനിടയിൽ ദുആ ചെയ്യാൻ തീരുമാനിച്ചു, അപ്പൊ പ്രത്യേക മുമ്പിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രത്യേകമായിട്ട് ഒരു പ്രശ്നം മുമ്പിലില്ല. അപ്പൊ ഒരാൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ദുനിയാവിലെയും ആഖിറത്തിലും എല്ലാ ഖൈറിനു വേണ്ടി ചോദിക്കുക. അതല്ലാതെ എന്റെ ചെരുപ്പ് പൊട്ടുകയാണെങ്കിൽ അത് ശരിയാക്കി തരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശദമായ കാര്യങ്ങൾ അപ്പോ പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. മറിച്ച് ആ രംഗം മുന്നിൽ വന്നാൽ മാത്രമാണ് അങ്ങനെ വിശദമായിട്ട് പറയേണ്ടതെന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില ഉലമാക്കൾ വേറെ രീതിയിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇല്ലം യുയസ്സിറുഹുല്ലാഹ്. മറ്റു ചിലർ പറഞ്ഞത് ഇപ്പൊ ചെരുപ്പിന്റെ വാറ് പൊട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ എന്ത് ചെയ്യാം? വിശദമായൊരു പ്രാർത്ഥന, വിശാലമായൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഇത് മനസ്സിൽ വിചാരിക്കുക, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. അപ്പൊ ദുനിയാവിലെ എല്ലാ നന്മകളും ചോദിക്കുകയാണ്, അതിൽ ഈ ചെരുപ്പും പെട്ടല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ട് ഈ വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും ഇല്ലം യുയസ്സിറുഹുല്ലാഹു ലം യതയസ്സർ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാഹു എളുപ്പമാക്കിയിട്ടില്ലെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. ഈ ചെരുപ്പ് കേടുവന്നു, അത് നന്നാകണമെന്ന് അള്ളാഹു വിചാരിച്ചെങ്കിലേ അത് നടക്കുകയുള്ളൂ. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അദ്ദേഹം പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ നാഖിലത മിന ദുആ. അല്ലാഹു തആല ശുദ്ധമായ പ്രാർത്ഥനയെ സ്വീകരിക്കുകയുള്ളൂ. എന്താണ് ശുദ്ധമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? ഇഖ്ലാസുള്ള പ്രാർത്ഥന, ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. വലാ യസ്മഉ മിൻ ദാഇൻ, ഒരു ദുആ ചെയ്യുന്നവന്റെ അടുത്തു നിന്ന് അവൻ സ്വീകരിക്കുകയില്ല, കേൾക്കുകയില്ല, ഇല്ലാ ദുആഅൻ സബത ഖൽബുഹു, അവന്റെ ഖൽബിൽ ഉറച്ചിട്ട് ചോദിക്കുന്ന കാര്യം, മനസ്സ് തട്ടിയിട്ടുള്ള ദുആ മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കുറെ വാക്കുകൾ ചൊല്ലി പറയുക, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല. അർത്ഥമറിഞ്ഞ് മനസ്സിൽ തട്ടിയ പ്രാർത്ഥനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അൻ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്നമൽ വജലു ഫി ഖൽബി ഇബ്നി ആദമ കഹ്തിറാഖിസ് സഫഅ. മനുഷ്യന്റെ മനസ്സിൽ പേടി എന്ന് പറയുന്നത് സഫഅത്ത്, സഫഅത്ത് പറഞ്ഞാൽ ഈത്തപ്പനയുടെ വിറക്, ഈത്തപ്പനയുടെ മടല്, അത് കത്തുന്നത് പോലെയാണ്. അമാ യജിദു ലഹാ ഖുശഅരീറ, അതിങ്ങനെ കത്തുന്ന സമയത്ത് ഒരു ശബ്ദം നിങ്ങൾ കേൾക്കാറില്ലേ, ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം? ഖാലു ബല, തീപ്പൊരികളുടെ ശബ്ദം. അവർ പറഞ്ഞു അതെ. ഖാലത് ഫദ്ഉ ഇദാ വജദ്തും ദാലിക, അതുപോലെ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ
ദുഃഖം തോന്നി, അള്ളാഹിനെ കുറിച്ച് ഓർത്ത് ആഖിറത്തിനെ കുറിച്ച് ഓർത്ത് കരച്ചിലൊക്കെ വരുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഫഇന്ന ദുആ യുസ്തജാബു ഇൻദ ദാലിക്, ആ സമയത്താണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ചിന്തിക്കും, ചിലപ്പോൾ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കും. ചിലർ കൂടുതൽ ചിന്തിക്കുന്നവരായിരിക്കും, ചിലർ കുറവായിരിക്കും. എന്തായാലും അങ്ങനെ ചിന്തിച്ച് നമ്മുടെ മനസ്സിലൊരു വേദനയും അതുപോലെ തന്നെ ആത്മാർത്ഥതയും ഒക്കെ തോന്നുന്ന സമയത്ത് ആ അവസരം ഉപയോഗപ്പെടുത്തുക. അപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക. عن وهب بن منبه رحمه الله قال من سره أن يستجيب الله دعوته, ആരാണോ അള്ളാഹു തന്റെ ദുആക്ക് ഉത്തരം തരണമെന്ന് ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ തുടങ്ങിയാൽ, ഉത്തരം തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ദുനിയാവിൽ വേറെ എന്താണ് വേണ്ടത്? നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും, എല്ലാ ആവശ്യങ്ങളും അള്ളാഹു തആല നിറവേറ്റിത്തരും. അങ്ങനെയുള്ള അവസ്ഥ ആരാണോ ആഗ്രഹിക്കുന്നത്, ഫല്യുതിബ് ത്വഅമതഹു, അവന്റെ ഭക്ഷണം അവൻ നന്നാക്കട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹലാലായ ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ ദുആക്ക് ഉത്തരം കിട്ടും. മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം വറഇനെ കുറിച്ചുള്ള അസറുകൾ വായിച്ചു. നമ്മുടെ വരുമാനത്തിൽ സംശയമുള്ള ഒരു വസ്തു പോലും ഉണ്ടാകരുത്, ഒരു പൈസ പോലും ഉണ്ടാകരുത് എന്നൊരാൾ തീരുമാനിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ അധ്വാനിക്കുക, ഹലാലായൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് അത് ദീനിന്റെ ഭാഗമാണ്. അത് വേറെ, ദീന് വേറെ എന്നല്ല, ദീനിന്റെ ഭാഗമാണ്. കാരണം ദുആ നമ്മുടെ ദീനിന്റെ അടിത്തറയാണ്. ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിലുള്ള ഒരു നിബന്ധനയാണ് വരുമാനം ഹലാലാവുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ നമ്മൾ അങ്ങനെ പരിശീലിപ്പിക്കണം, അധ്വാനിക്കാൻ പരിശീലിപ്പിക്കണം. ഹറാമ് തിന്നുന്ന അവസ്ഥ ഉണ്ടാകരുത്, ആളുകളുടെ മുന്നിൽ കൈ നീട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ ആയാൽ അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യമാണുള്ളത്? അവൻ സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു, ഇതൊന്നും അള്ളാഹു കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭക്ഷണം ഹലാലാവുക എന്നുള്ളത്, വരുമാനം ഹലാലാവുക എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യമാണ്. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു സബബാണ്. ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണത്. താവൂസ് റഹിമഹുല്ലാഹ് ഖാല, താബിഈയായ താവൂസ് ഇബ്നു കൈസാൻ അദ്ദേഹം പറയുന്നു, യക്ഫി അസ്സിദ്ഖു മിന ദുആഇ കമാ യക്ഫി അത്അാമ മിനൽ മിൽഹ്. ആത്മാർത്ഥമായ പ്രാർത്ഥന, അതായത് ഒരാൾ സിദ്ഖോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുറച്ച് പ്രാർത്ഥന മതി. എത്ര മതി? കമാ യക്ഫി അത്അാമ മിനൽ മിൽഹ്, ഭക്ഷണത്തിൽ ഉപ്പ് എത്ര മതിയോ അത്രയും മതി. ഭക്ഷണത്തിൽ ഉപ്പ് വളരെ കുറച്ച് മതി. അതുപോലെയാണ് സിദ്ഖുള്ള പ്രാർത്ഥന. കുറേ സമയം ഒരാൾ മനസ്സാന്നിധ്യമില്ലാതെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മനസ്സിൽ തട്ടിയ പ്രാർത്ഥന കുറച്ചാണെങ്കിലും അത് മതി എന്നർത്ഥം. عن محمد بن الوليد رحمه الله قال مر عمر بن عبد العزيز برجل. ഇമാം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരാളുടെ അടുത്ത് കൂടെ നടന്നുപോയി. വഫീ യദിഹി ഹസാത്തുൻ യൽഅബു ബിഹാ, അവന്റെ കയ്യിൽ ഒരു കല്ലുണ്ട്, ആ കല്ല് പിടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹു യഖൂൽ, അവനിങ്ങനെ നാവ് കൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ സൗവിജ്നി മിനൽ ഹൂറിൽ ഐൻ, അല്ലാഹു എനിക്ക് ഹൂറുൽ ഐനെ പിന്നെ ഇണയാക്കി തരണം, സ്വർഗത്തിൽ ഹൂറുൽ ഐനെ തരണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഫമാല ഇലൈഹി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഇയാളെ വഴിയിൽ കണ്ടപ്പോൾ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ബിഇസൽ ഖാതിബു അൻത, നീ എത്ര മോശം പിന്നെ വിവാഹാന്വേഷകരിൽ എത്ര മോശപ്പെട്ടവരാണ്. ഖാതിബ് എന്ന കല്യാണം അന്വേഷിക്കുന്നത്, അപ്പൊ ഹൂറുൽ ഐനെ അവൻ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണ ദുനിയാവിൽ ഇപ്പോൾ ഒരാൾ വിവാഹം അന്വേഷിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണോ സംസാരിക്കുക? കയ്യിൽ കല്ലും പിടിച്ചിട്ട്. അപ്പൊ എത്ര മോശപ്പെട്ട ചോദ്യമാണ് നീ ചോദിക്കുന്നത്. അല അൽഖൈതൽ ഹസാത വ അഖ്ലസ്ത ഇലല്ലാഹി ദുആ, നീ ആ കല്ല് നിലത്തിട്ടിട്ട് ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ദുആയുടെ ഒരു മര്യാദയാണിത്. ഈ ഒരു വിഷയം മാത്രമല്ല, എന്ത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും ചോദിക്കുമ്പോഴും അലസമായിട്ട് നമ്മൾ എന്തെങ്കിലും അലക്ഷ്യമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്നത് അദബിനെതിരാണ്. അത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ്. നമ്മളൊരാളോട് ഒരാവശ്യം ചോദിക്കുകയാണ്, അല്ലെ അള്ളാഹു ഇത് കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു ബിംബത്തിന്റെ മുമ്പ് പോയിട്ട് അതിനെ ആരാധിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, കാരണം അതൊരു ചടങ്ങായിട്ട് അവർ ചെയ്യുന്നതാണ്. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ എങ്ങനെയാ ഇത് ചെയ്യാ? അള്ളാഹു ഇത് കേൾക്കുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പിന്നെ ഇങ്ങനെ അലസമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്ത് ഉള്ള ഒരു കഥയാണ്. ആ കഥ യഥാർത്ഥത്തിൽ ഹഖീഖത്തിലുള്ളതല്ല, ഒരു ഉപമയാണ്, കാര്യം മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഒരാള് എലി ഒട്ടകവും തമ്മിൽ ഇഷ്ടത്തിലായി. എലിക്ക് ഒട്ടകത്തിനോട് ഭയങ്കര ഇഷ്ടം. അങ്ങനെ എലി പോയിട്ട് ഒട്ടകത്തിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു.
അങ്ങനെ ഒട്ടകം എലിയുടെ പിന്നാലെ വന്ന് എലിയുടെ മാളത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ഒട്ടകത്തിന് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ എലി ഒട്ടകത്തിന് അങ്ങോട്ട് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ അവസാനം ഒട്ടകം പറഞ്ഞു എന്നാണ്, നീ എന്ത് ചെയ്യാ, ഒന്നുകിൽ നിന്റെ വീടിന് യോജിച്ച ഒരാളെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഒരു വീട് നീ ഉണ്ടാക്കുക എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് എന്താണ് അതിന്റെ ഗുണപാഠം? ഒന്നുകിൽ ആരെയാണോ നമ്മൾ ആരാധിക്കുന്നത് അവനനുസരിച്ചുള്ള ആരാധന ചെയ്യുക, അള്ളാഹുവിനെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് അവനോട് യോജിക്കുന്ന തരത്തിൽ നമസ്കരിക്കുക, അല്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കുന്ന ഈ നമസ്കാരം അതിനെ പറ്റി വേറെ ആരെങ്കിലും ആരാധിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ചെയ്യാനല്ല, നമ്മുടെ നമസ്കാരം നന്നാക്കാൻ വേണ്ടി ഇബ്നു പറഞ്ഞാണ് അള്ളാഹ്ക്ക് യോജിച്ച രീതിയിലായിരിക്കണം നമ്മുടെ നമസ്കാരം. അപ്പൊ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന ബോധത്തോടു കൂടി ആ ഒരു പ്രാർത്ഥനക്ക് പറ്റിയ രൂപത്തിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിൽ പെട്ടതാണ് ദിക്റുകൾ. നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ അത് ചില ആൾക്കാർ ചൊല്ലുന്നത് കാണാം, ഭയങ്കര തിരക്കിലായിരിക്കും. ചില ആൾക്കാർ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ, നമ്മളൊക്കെ ചെയ്യുന്നതാണ്, അള്ള പുറത്ത് തരട്ടെ, സലാം വെട്ടിയിട്ട് എന്ത് ചെയ്യും, ആൾക്കാർ എണ്ണെടുക്കായിരിക്കും, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. പള്ളിയിൽ ആരൊക്കെ വന്നിട്ടുണ്ട് ജമാഅത്തിന് എണ്ണിക്കൊണ്ടായിരിക്കും. വേറെ ചില ആൾക്കാർ ദിക്ർ മുഴുവനായിട്ട് ചൊല്ലില്ല, അത് ചെയ്ത് കാണിക്കാൻ തന്നെ പ്രയാസമാണ്. അങ്ങനെ ആയിരിക്കും. ഇപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ഉണ്ടാവുള്ളൂ. അത് ദിക്റല്ലല്ലോ. സുബ്ഹാനല്ലാഹ് എന്നാൽ എത്ര അക്ഷരം ഉണ്ട്, എല്ലാ അക്ഷരവും ഒഴിവാക്കിയാലേ ആ ദിക്ർ ആവുള്ളൂ. ഷെയ്ഖ് അൽബാനി പറയാണ് ഇങ്ങനെ തിരക്ക് ഒരു അന്താരാഷ്ട്ര പ്രതിഭാസമാണ്, അതുകൊണ്ടായിരിക്കാം. ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇങ്ങനെയുള്ള ധൃതിയുള്ള ആൾക്കാർക്ക് വേറെ ദിക്റിന്റെ രൂപങ്ങളുണ്ട്. 33 പ്രാവശ്യം ചെല്ലാൻ സമയമില്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ തിരക്ക് പിടിച്ചിട്ട് ചെല്ലുന്നത്. അവർക്ക് 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് 10 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 10 പ്രാവശ്യം, അല്ലാഹു അക്ബർ 10 പ്രാവശ്യം അത് ചൊല്ലിയാൽ മതി. തിരക്കാണെങ്കിൽ ചില ഭക്തന് ശേഷമൊക്കെ ഒരാൾക്ക് തിരക്കായിരിക്കും, അപ്പൊ അത് ചൊല്ലിയാൽ മതി. അതുകൊണ്ട് എന്ത് രണ്ട് കാര്യം നടക്കും. ഒന്ന് ദിക്റിന്റെ പിന്നെ മര്യാദയോടുകൂടി ചൊല്ലാനും പറ്റും, രണ്ടാമത്തേത് സുന്നത്താണ്. മാറി മാറി വന്ന സുന്നത്തുകൾ മാറി മാറി ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോ അതൊക്കെ ഇതിൽ പെടും. അതോടുകൂടി ആയിരിക്കണം ദുആ ചെയ്യുന്നത്, ദിക്ർ ചൊല്ലുന്നത് എല്ലാം. عن الأوزاعي رحمه الله قال أفضل الدعاء الإلحاح على الله عز وجل والتضرع إليه. ദുആയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്താണ്? അൽ ഇൽഹാഹു അലല്ലാഹ്, അള്ളാഹുവിനോട് കെഞ്ചി പറയുക, നമ്മുടെ ആവശ്യങ്ങൾ വളരെ താഴ്മയോടുകൂടി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. വത്തളർറു ഇലൈഹി, അതുപോലെ തന്നെ താഴ്മയായി പ്രാർത്ഥിക്കുക. ഈ തളർറു എന്നുള്ള വാക്ക് അത് അറബിയിൽ ഉണ്ടായിട്ടുള്ളത്, അറബി ഭാഷയിൽ നമുക്കറിയാം ഒരേ അക്ഷരങ്ങളുള്ള വാക്കുകൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും. ഒരേ അക്ഷരങ്ങളുള്ള വ്യത്യസ്ത വാക്കുകളൊക്കെ തമ്മിൽ ചെറിയ ബന്ധങ്ങൾ ഉണ്ടാവും. അല്ലെ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജിന്ന് എന്നുള്ള വാക്ക്, അതുപോലെ തന്നെ ജന്നത്ത് എന്നുള്ള വാക്ക്. എന്താണ് ജിന്ന് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ജിന്ന് വർഗം, ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം. എന്താ തമ്മിൽ ബന്ധം? രണ്ടും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അതായത് സ്വർഗത്തെ കുറിച്ച് പറയുന്നത് സ്വർഗത്തിന് ചുറ്റും ഇടതൂർന്ന പിന്നെ വൃക്ഷങ്ങളുള്ളത് കൊണ്ട് പുറത്തുള്ള ആളുകൾക്ക് അകത്തേക്ക് കാണാൻ സാധിക്കില്ല. പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ജനീൻ, ഗർഭപാത്രത്തിലുള്ള കുട്ടിക്കാണ് ജനീൻ എന്ന് പറയാം, കാണാത്തതാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. ഇതുപോലെ തളർറു എന്നുള്ള വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, നിങ്ങളുടെ റബ്ബിനോട് വളരെ താഴ്മയായും ശബ്ദം താഴ്ത്തിയും പ്രാർത്ഥിക്കുക. ആ വാക്ക് അതുമായി ബന്ധമുള്ളതാണ് ളിറ എന്നുള്ള വാക്ക്. ളിറ എന്ന് പറഞ്ഞാൽ എന്താണ്? അകിട്, കന്നുകാലികളുടെ ഒക്കെ അകിട്. അപ്പൊ കന്നുകാലികളുടെ ആടിന്റെ പശുവിന്റെ ഒക്കെ കുട്ടി എന്ത് ചെയ്യും? പാല് കൊടുക്കാൻ വേണ്ടി എങ്ങനെയാ കുടിക്കുക? അത് അതിനെ ആ പാല് കൊടുക്കുന്നിടത്ത് നിന്ന് അകിട്ടിൽ നിന്ന് വേറെടുത്താൽ സമ്മതിക്കില്ല. നിരന്തരം എന്ത് ചെയ്യും? അത് ചാടി ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ വാക്കുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. തളർറു, അള്ളാഹുനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു തആല നിർദ്ദേശിച്ച എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ വാക്കാണ് തളർറു ആയിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം നമുക്ക് അള്ളാഹുവിൽ നിന്നേ കിട്ടുകയുള്ളൂ എന്നുള്ള ആ ബോധത്തോടുകൂടി വളരെയധികം താഴ്മയായി പ്രാർത്ഥിക്കുക. അതാണ് തളർറു എന്ന് പറയുന്നത്. ഖാല ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് ലാ തത്റുകു ദുആ, നിങ്ങൾ പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. വലാ യംനഅകും മിൻഹു മാ തഅല്ലമൂന മിൻ അൻഫുസികും, നിങ്ങളുടെ നഫ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തത്തെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യം എന്താണ്? നമ്മുടെ പാപങ്ങൾ, രഹസ്യങ്ങൾ, അതൊക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹുവിന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലെ പോരായ്മകൾ അത് പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങളെ തടയരുത്. പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. പല ആളുകളും എന്ത് ചെയ്യും? ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അത് വളരെ പഴച്ചൊരു ചിന്താഗതിയാണ്. പല ആളുകളും അവസാനം പറ്റേ പഴച്ചുപോയി കൂടുതൽ തെറ്റുകളിൽ ആഴ്ന്നു പോകാൻ അത് കാരണമാവും. ചില ആൾക്കാർ ശിർക്ക് വരെ ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് പിന്നെ
മധ്യസ്ഥന്മാരെ അന്വേഷിച്ച് പോകുന്നത് തുടങ്ങുന്നത്. മഹാന്മാരായ ആൾക്കാർ അവർ നമ്മുടെ ആവശ്യം നടത്തി തരും, അവർ അടയാളന്മാരാകും. ഇനി അത്രമാത്രം അടുപ്പിച്ചിട്ടില്ലെങ്കിലും ചിലരെന്ത് ചെയ്യും, പാപങ്ങളിൽ തുടർന്നു പോകാൻ കാരണമാകും. ഞാൻ പ്രാർത്ഥിച്ചാൽ ഇപ്പം അള്ളാഹു ഏതായാലും കേൾക്കുകയില്ല, അതുകൊണ്ട് പിന്നെ ഞാനിതിനൊന്നും പറ്റിയവനല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരിങ്ങനെ പിന്നിലേക്ക് നിൽക്കും. അതനുസരിച്ച് അവരുടെ പാപങ്ങൾ കൂടി വരികയാണ് ചെയ്യുക. അതുകൊണ്ട് അവന്റെ അവസ്ഥ നന്നാവും. ഇത് വിനയമല്ല, ഇത് പിശാചിന്റെ വസ്വാസാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെ ചിന്തിച്ചവൻ പിന്നെ ആ തെറ്റ് കൂടുതൽ ചെയ്യാനുണ്ടാവുക. അല്ലാതെ ഞാൻ മോശക്കാരനാണ്, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് അവൻ ആ പാപങ്ങൾ ഒഴിവാക്കുമോ? ഇല്ല, അവന്റെ പാപങ്ങൾ കൂടി വരികയാണ് ചെയ്യുക. നേരെ കുറച്ച് ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആയുടെ ഖൈർ കൊണ്ട് ഈ പാപത്തിന്റെ കുറ്റം കുറച്ച് കുറയെങ്കിലും ചെയ്യും. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം പാപം ചെയ്യുമ്പോൾ അവനൊരു മടി ഉണ്ടാവും. ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എന്നിട്ട് പിന്നെ ഞാനിതേ തെറ്റ് ചെയ്യുകയാണോ എന്നൊരു ചെറിയ ചിന്തയെങ്കിലും അവന്റെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യത. അപ്പൊ എത്ര പ്രാവശ്യം തെറ്റ് ചെയ്താലും, ഒരു ദിവസം ഒരേ തെറ്റ് 1000 പ്രാവശ്യം ചെയ്താലും പ്രാർത്ഥിക്കാൻ അത് തടസ്സമാകരുത്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഖദ് ഇസ്തജാബ അല്ലാഹു തആല ലി ഇബ്ലീസ്, അള്ളാഹു ഇബ്ലീസിന് ഉത്തരം ചെയ്തിട്ടുണ്ട്. വഹുശറുൽ ഖൽഖ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളാണ് ഇബ്ലീസ്. എന്തായാലും ഇബ്ലീസിനേക്കാൾ നമ്മൾ മോശമല്ലല്ലോ. ഇബ്ലീസ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ എന്താ പ്രാർത്ഥിച്ചത്? ഖാല അൻദുർനി ഇലാ യൗമി യുബ്അസൂൻ, അള്ളാഹു ഖിയാമത്ത് നാൾ വരെ എനിക്ക് ആയുസ് നീട്ടിത്തരണം. ഇബ്ലീസ് അത്രയും ഖബീസാണ്, വൃത്തികെട്ടവനാണ്. അതുകൊണ്ട് അവനെ നരകത്തിലേക്ക് അള്ളാഹു തീരുമാനിച്ചപ്പോ, അവൻ നരകത്തിലായിരിക്കും അല്ലെങ്കിൽ അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണെന്ന് അള്ളാഹു തീരുമാനിച്ചപ്പോ തൗബ ചെയ്ത് മടങ്ങാനല്ല ശ്രമിച്ചത്, ബാക്കിയുള്ള മനുഷ്യന്മാരെ കൂടി പേപ്പിക്കാൻ അതിനാണ് ശ്രമിച്ചത്. എന്നിട്ട് അങ്ങനെയുള്ള ഈ വൃത്തികേട് ഹുബ്സ് അത് കാണിച്ചുകൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കാൻ, അൻദുർനി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ എനിക്ക് ആയുസ് നീട്ടിത്തരണം, ആളുകളെ പേപ്പിക്കാൻ വേണ്ടി. അപ്പൊ അള്ളാഹു തആല എന്താണ് പറഞ്ഞത്? ഖാല ഇന്നക മിനൽ മുൻദരീൻ, നിനക്ക് ആയുസ് നീട്ടി തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. പക്ഷെ ഇബ്ലീസ് ചോദിച്ചത് അതുപോലെ അള്ളാഹു കൊടുത്തിട്ടില്ല. ഖിയാമത്ത് നാൾ വരെയാണ് ഇബ്ലീസ് ആയുസ് ചോദിച്ചത്. പക്ഷെ അള്ളാഹു തആല എന്ത് ചെയ്തു? അന്ത്യദിനം വരെ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ ആയുസ് ചോദിച്ചു, അത്രയും അള്ളാഹു കൊടുത്തിട്ടില്ല. ഏതുവരെയാണ്? ലോകാവസാനം വരെ, അന്ത്യദിനം വരെയാണ് ആയുസ് നീട്ടി കൊടുത്തിട്ടുള്ളത്. ഖാല അൻദുർനി ഇലാ യൗമി യുബ്അസൂൻ ഖാല ഇന്നക മിനൽ മുൻദരീൻ. അപ്പൊ അത്രയും മോശക്കാരിലല്ല എന്തായാലും നമ്മൾ മുസ്ലിം എന്തായാലും അത്രയും മോശമാവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്കൊന്നും തടസ്സമാകരുത്. عن ثابت رحمه الله قال كنا نجلس إلى أبي عثمان النهدي فيذكرنا ويدعو. ഇമാം അബൂ ഉസ്മാൻ അൻ-നഹദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കും, അദ്ദേഹം ഞങ്ങൾ ഉപദേശിക്കും, വയദുഉ അതുപോലെ പ്രാർത്ഥിക്കും. സുമ്മ യഖൂൽ, എന്നിട്ട് അദ്ദേഹം പറയും, ഖദ് ഇസ്തുജീബ്, ഇതാ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. ഖദ് ഗുഫിറ ലനാ, നമുക്ക് അല്ലാഹു പുറത്തിരിക്കുന്നു. സുമ്മ യസ്കുതു സക്ത, പിന്നെ കുറച്ച് നേരം അദ്ദേഹം മിണ്ടാതിരിക്കും. ഫയഖൂൽ, എന്നിട്ട് പറയും, ഇൻ കുന്നാ സാദിഖീൻ, നമ്മൾ ചോദിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, നമ്മൾ ചോദിച്ചത് പ്രാർത്ഥിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അല്ലാഹു തആല നമുക്ക് ഇതാ പുറത്തു തന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയും. അത്രയും ഉറപ്പോടെയായിരുന്നു അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നത്. قال أبو حازم رحمه الله لأنا من أن أمنع الدعاء أخوف مني من أن أمنع الإجابة. പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോകുമോ എന്നതാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്നതിനേക്കാൾ എനിക്ക് പേടി. അദ്ദേഹം പറയാണ്, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോകുമെന്നതാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യുമോ ഇല്ലേ എന്നതിനേക്കാൾ ഞാൻ പേടിക്കുന്നത്. കാരണം എന്താണ്? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. മുസ്ലിമാണോ അവൻ ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അത് ചില തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങളില്ലെങ്കിൽ ഉത്തരം കിട്ടിയിരിക്കും. തടസ്സങ്ങൾ എന്താണ്? ഹറാമ് തിന്നുന്നത്, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വിഷയം അത് തന്നെ ഹറാമാണെങ്കിൽ അതിന് ഉത്തരം കിട്ടുകയില്ല. ഒരു ഹറാമ് ചെയ്യാൻ അള്ളാഹിനോട് സഹായം ചോദിച്ചാൽ അത് കിട്ടുകയില്ല. അതല്ലെങ്കിൽ ചോദിക്കുന്ന കാര്യം ഹലാലാണ്, നമ്മുടെ ഭക്ഷണവും ഹലാലാണ്, അതുപോലെ നമ്മൾ ശിർക്ക് ചെയ്യുന്നില്ല, കുഫ്ർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉത്തരം ഉറപ്പാണ്. ആ ഉത്തരം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 3 രൂപത്തിലാവും. 3-ൽ ഏതെങ്കിലും ഒരു രൂപത്തിലാവും. ഒന്നുകിൽ ആ കാര്യം തന്നെ നടത്തി തരും, അല്ലെങ്കിൽ അള്ളാഹു നമ്മെ എന്തെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷിക്കും, അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ അള്ളാഹു അതിന് വലിയ പ്രതിഫലം തരും. ഈ 3-ൽ ഒരു രൂപത്തിൽ ഉത്തരം ഉറപ്പാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് പേടിയുള്ളൂ എന്ന് അദ്ദേഹം പറയണ്ടേ. عن داود بن شابور رحمه الله قال قلنا لطاووس بن كيسان, നേരത്തെ നമ്മൾ പറഞ്ഞ വലിയ ഒരു താബിഈ പണ്ഡിതനാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഉദ്ഉ ബിദഅവാത്ത്, നിങ്ങൾ ദുആ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ഖാല ലാ അജിദു ലിദാലിക ഖശ്യ, അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എനിക്ക് ദുആ ചെയ്യാൻ പറ്റൂല, എനിക്കൊരു ഖശ്യത്ത് തോന്നുന്നില്ല. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇബാദത്തുകളായിട്ടുള്ള കാര്യങ്ങൾ ഒരു ചടങ്ങായിട്ട് ഉപചാരത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയതല്ല. ഇപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, എന്തെങ്കിലും ഒരു വിഷയത്തിൽ വളരെ സങ്കീർണമായ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് അതിലൊരു ഉപദേശം വേണം,
ഒരു നസീഹത്ത് വേണം. ചിലപ്പോൾ നമ്മൾ ഒരു മാസം ആലോചിച്ചപ്പോൾ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടുകയാണെന്നില്ല. അങ്ങനത്തെ വിഷയമായിരിക്കും. ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും, ചോദിക്കേണ്ടി വരും. പക്ഷെ അതിപ്പോൾ ഉത്തരം കിട്ടണം എന്ന് പറയും. അല്ലെങ്കിൽ വളരെ സങ്കീർണമായ എന്തെങ്കിലും ഒരു മസാല ചെറിയ ഏതെങ്കിലും താലിബുൽ ഇൽമായിട്ടുള്ള ദീൻ പഠിക്കുന്ന ആൾക്കാരോട് ചോദിക്കും. എന്നിട്ട് പിറ്റേന്ന് ചോദിക്കും, 3 ദിവസമായി 4 ദിവസമായി, എന്നിട്ട് ഉത്തരം കിട്ടിയില്ലെന്നൊക്കെ ചോദിച്ച് തിരക്ക് കൂട്ടും. അപ്പൊ ദീനിയായിട്ടുള്ള കാര്യങ്ങളെ ഇബാദത്തുകളായാലും ഇൽമായാലും അതിന്റെ ഒരു നിലയും വിലയും കൊടുക്കണം. ഇദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പൊ പ്രാർത്ഥിക്കാനുള്ള ഒരു ഹശിയത്ത് എനിക്ക് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഒരാൾ ഇൽമ പഠിപ്പിക്കുന്നതായാലും ഇപ്പം സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കണം, ഒരാളുടെ ആവശ്യപ്പെടാണ്, അതായിരിക്കും വിഷയം. ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തി നല്ലൊരു ഹശിയത്തുള്ള അവസ്ഥയായിരിക്കൂല. അയാളുടെ എല്ലാ മനുഷ്യന്മാർക്ക് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ഇപ്പൊ എനിക്ക് പറ്റില്ല എന്നൊരാൾ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരും. അതൊന്നും ശരിയല്ല. മനസ്സിൽ തട്ടാതെ ഒരാൾ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ഒരു കാര്യം കേൾക്കാതിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇദ്ദേഹത്തോട് ദുആ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ദീനിയായിട്ടുള്ള ഇബാദത്തുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ചെറിയ കുട്ടികളായാലും അവർ നമ്മൾ ഇബാദത്തുകൾക്ക് നിർബന്ധിക്കരുത്, ഫർളായ കാര്യങ്ങൾക്കല്ലാതെ നിർബന്ധിക്കരുത്. അതിലവർക്ക് പ്രോത്സാഹനം കൊടുക്കാം. അപ്പൊ സുന്നത്ത് നമസ്കരിക്കാൻ, തഹജ്ജുദ് നമസ്കരിക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കാം. പിടിച്ചു വലിച്ച് നമസ്കരിപ്പിച്ച് അവരെന്ത് ചെയ്യരുത്, മനസ്സിൽ തട്ടാതെ ഇബാദത്ത് ചെയ്യുന്നത് ഒരു ശീലമായി മാറരുത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് തിരക്കില്ല. ഇപ്പോൾ റവാത്തിബ് സുന്നത്ത് അത് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ദീൻ പഠിക്കാൻ വേണ്ടി തയ്യാറായി പുറപ്പെട്ടു വന്ന ആൾക്കാർ, കുട്ടികൾ, അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ നമുക്ക് നിർബന്ധിക്കാം. അതല്ലാതെ അവർ ദീനിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു നിഫാഖ് ശീലിക്കുന്ന രീതിയിൽ ഒരാളെ നിർബന്ധിക്കരുത്. എത്ര വലിയൊരു പണ്ഡിതനും ഒരു വലിയ സ്വാലിഹായ മനുഷ്യനായിട്ടും അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഒരു ഹശീത്ത് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ആവശ്യം അദ്ദേഹം നിരസിച്ചു. അപ്പോൾ പ്രാർത്ഥനക്ക് മനസാന്നിധ്യം ആവശ്യമാണ് എന്നതാണ് അതിന്റെ ഉദ്ദേശം. നബി ജാഫർ മുഹമ്മദ് ബിൻ അലി റഹിമഹുല്ലാ ഖാല മാ മിൻ ഷൈഇൻ അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ അൻ യുസ്അൽ. അല്ലാഹുവിന് ചോദിക്കപ്പെടുന്നതിനേക്കാൾ ഇഷ്ടമുള്ള ഒരു കാര്യവുമില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്, മനുഷ്യൻ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ മനുഷ്യനെ പോലെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യർക്ക് ആവശ്യങ്ങൾ ചോദിക്കുന്നത് വെറുപ്പായിരിക്കും. അല്ലെ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാൻ, ഒരാളോട് ഒരു ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് വെള്ളം ചോദിച്ചാൽ അയാളുടെ മനസ്സിൽ നിന്നോടുള്ള ബഹുമാനം അത്രയും അളവ് കുറയും, വില അത്രയും കുറയും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, മനുഷ്യന്മാരെന്നെ ഇഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു കാര്യം പറഞ്ഞു തരണം എന്നൊരു സഹാബി ചോദിച്ചപ്പോൾ, ഒരു കാര്യം പറഞ്ഞു തരണം, അത് ചെയ്താൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം, മനുഷ്യരെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്താൽ എന്താണ്? ഇസ്ഹദ് ഫി ദുനിയ, ദുനിയാവിൽ നീ വിരക്തി കാണിക്കുക, യുഹിബ്ബക അല്ലാഹ്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ അടുത്തുള്ളതിനോട് നീ വിരക്തി കാണിക്കുക. ഒരാളുടെ കയ്യിലുള്ള പണം, അയാളുടെ സഹായം ഒന്നും എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ യുഹിബ്ബക അന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. മനുഷ്യന്റെ സ്വഭാവം അതാണ്. അള്ളാഹുവിന്റെ സിഫത്ത് നേരെ എതിരാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. എത്ര ചോദിക്കുന്നു അത്രയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് എന്തും ചോദിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല. ഹലാലാണോ അള്ളാഹുവിനോട് ചോദിക്കാം. ആ ചോദിച്ച കാര്യം നടക്കുമെന്ന് മാത്രമല്ല അള്ളാഹുവിന് അത് ഇഷ്ടമുള്ളതാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഉണ്ടാവും. അത് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് ചിലപ്പോൾ ഹൈറായിരിക്കും. കാരണം ഉത്തരം കിട്ടിയ പിന്നെ നമ്മൾ ചോദിക്കുമോ? ഇപ്പൊ നമ്മൾ തന്നെ അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയ കാര്യങ്ങൾ ഉണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഉത്തരം കിട്ടാത്തതുണ്ടാവും. ഉത്തരം കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ അവസ്ഥയൊക്കെ വളരെ ഹൈറിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ധാരാളമായി ദുആ ചെയ്യുന്ന ആളുകളാണോ? ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഹൈർ ഉത്തരം കിട്ടാത്തതായിരിക്കും. ഉത്തരം കിട്ടാതിരുന്നാൽ നമ്മൾ കുറെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയൊക്കെ സ്വാലിഹായ അമലാണ്. സ്വാലിഹായ അമലാണെന്ന് മാത്രമല്ല അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചോദിക്കപ്പെടുക എന്നുള്ളത്. വമാ യദ്ഫഉൽ ഖളാ ഇല്ല ദുആ, ദുആ അല്ലാതെ മറ്റൊന്നും വിധിയെ തടുക്കുകയില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിധിയെ തടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും വിധിച്ചിട്ടുള്ളത് കാരണങ്ങൾ സഹിതമാണ്. ഇപ്പൊ നമുക്ക് വിശപ്പ് മാറുമോ? ഇല്ലേ, ഇന്ന് രാത്രി ഞാൻ വിശന്നിട്ടാണോ ഉറങ്ങുക, അതുപോലെ വയറ് നിറഞ്ഞിട്ടാണോ ഉറങ്ങുക, ഇത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ആ തീരുമാനം എങ്ങനെയാണ് അള്ളാഹു വിധിച്ചിട്ടുള്ളത്, എഴുതി വെച്ചിട്ടുള്ളത്? ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങും, അങ്ങനെ വിശപ്പ് അനുഭവിക്കും. അതാണ് ആ വിധിയുടെ ഉള്ളടക്കം. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇന്ന വസ്തു കഴിക്കും, എന്നിട്ട് വിശപ്പ് മാറിക്കൊണ്ട് വയറ് നിറഞ്ഞ് ഉറങ്ങും. ഇതാണ് ആ വിധിയുടെ ഉള്ളടക്കം. ഈ രണ്ടിലെ രൂപത്തിലായിരിക്കും. അതുപോലെ തന്നെയാണ് ദുആയും. അപ്പോൾ വിശപ്പ് മാറാൻ ഭക്ഷണത്തിന്റെ റോൾ എന്താണോ അതാണ് വിധിയെ തടുക്കാൻ ദുആയുടെ റോള്. അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയാണ്? ഒരു രോഗം വന്നു, അതിന് ഇന്ന ആശുപത്രിയിൽ പോയി ചികിത്സിക്കും, അവന്റെ രോഗം മാറും. അല്ലെ, ഇങ്ങനെ ആയിരിക്കാം അള്ളാഹു തആല ഒരു പക്ഷെ വിധിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
ഇങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ആശുപത്രിയിൽ പോയി ചികിത്സ തേടും. അള്ളാഹു തആല തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന സമയത്ത് ഇന്ന ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ അവൻ ദുആ ചെയ്യും, അവന്റെ ക്യാൻസർ മാറും എന്നാണെങ്കിലോ അപ്പോ ക്യാൻസർ മാറും. ആ ദുആ ചെയ്ത് ക്യാൻസർ മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദുആ ഒരു സബബാണ് എന്ന് മനസ്സിലാക്കി, പ്രാർത്ഥന ഒരു കാരണമാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അള്ളാഹുവിന്റെ ഖളാഇനെ തടയും. അപ്പൊ ഖളാ പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ അലംഘനീയമായ ഖളാ ഉണ്ട്, അതിലൊരു മാറ്റം വരികയില്ല. നേരെ മറിച്ച് മലക്കുകളുടെ കയ്യിലുള്ള രേഖകളിൽ, അതുപോലെ തന്നെ അള്ളാഹു പിന്നെ പല രീതിയിലുള്ള എഴുത്തുകളുണ്ട്. ഖളാ അള്ളാഹ് നമ്മുടെ വിധികൾ അള്ളാഹു രേഖപ്പെടുത്തുന്നത്, അതിലൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. മലക്കുകളുടെ അടുത്തുള്ള രേഖകളിലൊക്കെയുള്ള ഖളാ വിധി, അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. വഇന്ന അസ്റഅ അൽ ഖൈരി സവാബൻ അൽബിർ, എത്രയും പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു പുണ്യകർമ്മമാണ് അൽബിർ. മാതാപിതാക്കളോട് അതുപോലെ നമ്മുടെ കുടുംബത്തോടൊക്കെയുള്ള ബിർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക, അവരനുസരിക്കുക, തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന പ്രവൃത്തിയാണ്. ദുനിയാവിൽ തന്നെ പ്രതിഫലം കിട്ടും. ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് സൂറത്ത് മറിയമിൽ പറഞ്ഞില്ലേ, വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ഷഖിയ്യ. വബർറൻ ബിവാലിദതി, അള്ളാഹു എന്നെ നബിയാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈസാ നബി സംസാരിക്കാൻ തൊട്ടിൽ കിടന്ന്. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് തൊട്ടിൽ കിടന്ന് സംസാരിക്കുമ്പോൾ, വബർറൻ ബിവാലിദതി, എന്റെ ഉമ്മയോട് ബിർ ചെയ്യുന്നവനാണ് ഞാൻ. വലം യജ്അൽനി ജബ്ബാറൻ ഷഖിയ്യ, എന്നെ ധിക്കാരിയും ദൗർഭാഗ്യവാനുമാക്കിയിട്ടില്ല. ഷഖിയ്യ എന്ന് പറഞ്ഞാൽ ഭാഗ്യമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ, ഭാഗ്യം എന്നുള്ള ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഷെറുകൾ മാത്രം സംഭവിക്കുന്ന, ദുരന്തങ്ങൾ മാത്രം സംഭവിക്കുന്ന വ്യക്തി. അങ്ങനെ അള്ളാഹു ആക്കിയിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നത് മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന, അവരനുസരിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ആള് മോശമായ രീതിയിൽ മരിക്കുകയില്ല. ഷഖിയായിട്ട് ലക്ഷണം കെട്ട അവസ്ഥയിൽ മരിച്ചു പോവുകയില്ല. അപകടങ്ങളിൽപ്പെട്ട്, അപകടം എന്ന് പറഞ്ഞാൽ ഒരാൾ നല്ല അവസ്ഥയിൽ സ്വാലിഹായി ജീവിക്കുമ്പോൾ ഒരു അപകടം പറ്റുന്നത് അതൊരു അപകടമല്ല യഥാർത്ഥത്തിൽ, അതവന് ആശ്വാസമായിരിക്കും. നേരെ മറിച്ച് വളരെ മോശമായ മരണം, ഒരാൾ മാസികത്ത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നടക്കുന്ന സമയത്ത് ആക്സിഡന്റായി മരിക്കുന്നു, നമസ്കാരമില്ലാത്ത സമയത്ത് മരിക്കുന്നു, അതാണ് യഥാർത്ഥത്തിലുള്ള ദുരന്തം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള ചീത്ത മരണം സംഭവിക്കുകയില്ല. എന്നിട്ട് ഈ ആയത്താണ് അവർ തെളിവാക്കിയത്, വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ഷഖിയ്യ. എന്തുകൊണ്ടാണ് ഈ രണ്ട് കാര്യം ഒരുമിച്ച് പറഞ്ഞത്? എന്റെ ഉമ്മയോട് നന്മ ചെയ്യുന്നവനാണ്, അതുപോലെ ഷഖിയല്ല, ലക്ഷണം കെട്ടവനല്ല എന്നൊന്നിച്ച് പറയാൻ കാരണം എന്താണ്? മാതാപിതാക്കളോട് നല്ലവണ്ണം നിൽക്കുന്നവൻ അവന്റെ ജീവിതം ഹൈറായിരിക്കും. അപ്പോ എത്രയും പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ബിർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന്, ഏറ്റവും പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന, എത്രയും പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന പാപമാണ് അൽ ബഗി. ബഗി എന്ന് പറഞ്ഞാൽ അതിക്രമം, മറ്റുള്ളവരോട് ചെയ്യുന്ന ഉപദ്രവങ്ങൾ, മറ്റു മനുഷ്യന്മാരോട് ചെയ്യുന്ന ഉപദ്രവങ്ങൾ, അവരുടെ ഹക്കുകൾ കയ്യേറുക, അവരുടെ അവകാശങ്ങൾ കൈകടത്തുക, ബഗി. അത് പെട്ടെന്ന് തന്നെ ശിക്ഷ കിട്ടുന്ന പാപമാണ്. ഹദീസിൽ വന്നിട്ടുള്ളതാണ്, സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. ബാബാനി, രണ്ട് കാര്യങ്ങളുണ്ട്, യുഅജ്ജലു ലഹുമാ അൽ ഉഖൂബ, അതിൽ ശിക്ഷ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കപ്പെടും. മഅമാ യുദ്ദഖറു ലഹു ഫിൽ ആഖിറ, ആഖിറത്തിലേക്ക് എടുത്തു വെച്ചതിന് പുറമെ, ആഖിറത്തിൽ എന്തായാലും കിട്ടും, അതിന് പുറമെ ദുനിയാവിൽ തന്നെ കിട്ടും. അൽ ബഗ്യു വൽ ഉഖൂഖ്, അതിക്രമവും മാതാപിതാക്കളോടുള്ള നന്ദികേടും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമുക്കൊക്കെ പുറത്തു വരട്ടെ. അപ്പൊ ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടുന്ന കാര്യമാണ് ബഗി എന്ന് പറഞ്ഞത്. എത്രയോ സംഭവങ്ങളുണ്ട് ഇങ്ങനെയുള്ള ധിക്കാരികളായ ആളുകൾ ദുനിയാവിൽ തന്നെ അനുഭവിച്ചതിന് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നുണ്ടാകും. ദുനിയാവിൽ തന്നെ അള്ളാഹു താല ശിക്ഷിച്ചതിന് എത്രയോ ഉദാഹരണങ്ങൾ ചില ആളുകൾ കിതാബുകൾ തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ, മാതാപിതാക്കളോട് നന്ദികേട് കാണിച്ചിട്ട് ദുനിയാവിൽ തന്നെ ശിക്ഷ അനുഭവിച്ച സംഭവങ്ങളെ കുറിച്ച് കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. വകഫാ ബിൽ മർഇ ഐബൻ, ഒരു മനുഷ്യന്റെ ഐബായിട്ട് എന്ത് മതി? അയ്യുബ്സിറ മിനന്നാസി മാ യഅമാ അലൈഹി മിൻ നഫ്സിഹി, ഒരു കുറ്റം അത് മറ്റുള്ളവരിൽ കാണുന്നു, അതേ കുറ്റം സ്വന്തം നഫ്സിൽ ഉള്ളത് അവൻ കാണുന്നില്ല. മറ്റുള്ള ആളുകളെ കുറിച്ച് അവൻ സംസാരിക്കുന്നു, അതേ കാര്യം അവൻ തന്നെ ചെയ്യുക, അതവൻ അറിയുന്നു തന്നെ ഇല്ല. അത് മതി ഒരു മനുഷ്യന്റെ ഐബായിട്ട്. അവന് തിരുത്താൻ കഴിയാത്ത ഒരു തെറ്റ് അവൻ ആളുകളോട് തിരുത്താൻ കൽപ്പിക്കുക എന്നുള്ളത്. നമ്മളൊരാളെ ഉപദേശിക്കുന്നു, ഒരു തെറ്റ് ചെയ്യരുതെന്ന് പറയുന്നു, അതേ തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് മതി ഒരാളുടെ ഒരു കുറവായിട്ട്. അത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തെറ്റുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ആരും ഉപദേശിക്കരുതെന്നല്ല, തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉപദേശിച്ചു കൊള്ളണം. 3 മർത്തബകളാണ് ആൾക്കാർ. നമ്മൾ പറഞ്ഞു ഈ വിഷയത്തിൽ 3 നിലവാരത്തിലായിരിക്കും ആളുകൾ നന്മ കൽപ്പിക്കുന്ന കാര്യത്തിൽ. ഒന്ന്, ആളുകളെ ഉപദേശിക്കുകയും ചെയ്യും, അവൻ നന്മ ചെയ്യുകയും ചെയ്യും.
പറയുന്ന കാര്യങ്ങൾ അമലും ചെയ്യും. ഇതാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം. രണ്ടാമത്തേത്, ഒരാള് അവന്റെ ജീവിതത്തിൽ നന്മയില്ല, എന്നാൽ ആളുകൾ ഉപദേശിക്കുന്നു. അത് മോശമാണ്. ആദ്യത്തെ ദർജയെ അപേക്ഷിച്ചത് മോശമാണ്. അതിൽ താക്കീത് വന്നിട്ടുണ്ട്. ആയത്തുകളും ഹദീസുകളും അങ്ങനെയുള്ള ആളുകൾക്ക് ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത്, ഒരാൾ സ്വന്തം ജീവിതവും മോശമാണ്, ആരെ ഉപദേശിക്കുന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനത്തെ ആളായതുകൊണ്ട് ഞാൻ ഉപദേശിക്കാനില്ല. അവൻ ഏറ്റവും മോശമാണ്. അവനാണ് ഏറ്റവും മോശമായിട്ടുള്ളത്. കാരണം അവൻ 2 പ്രാവശ്യം അള്ളാഹിനെ ധിക്കരിച്ചു. നമുക്കൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരാൾ പുകവലിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. പുകവലിക്കൊന്നുമില്ല. പുകവലി പഴയ ഉദാഹരണമാണ്, പക്ഷെ മനസ്സിലാകാൻ വേണ്ടി അതിൽ ഖിയാസാക്കുക ബാക്കിയുള്ളതൊക്കെ. ഒരാൾ പുകവലിക്കുന്നുണ്ട്, പിന്നെ മറ്റൊരാൾ വന്നിട്ട് അവനെ ഉപദേശിക്കുകയാണ്. ഉപദേശിക്കുന്നവൻ അത് ചെയ്യുന്നില്ല. ഇതാണ് ഏറ്റവും സ്വാലിഹായ മനുഷ്യൻ. രണ്ടാമത്തവൻ അവ വലിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവനോടൊന്നും പറയുന്നില്ല. അല്ല, രണ്ടാമത്തെ ആള് വലിക്കുന്ന ആളാണ്, പക്ഷെ വേറൊരാൾ വലിക്കുന്ന കണ്ടപ്പോ ഉപദേശിച്ചു. ഹറാമാണല്ലോ, അപ്പൊ ഉപദേശിച്ചു, ഇഖ്ലാസോടുകൂടി ഉപദേശിച്ചു. മൂന്നാമത്തെ ആള് ഞാൻ വലിക്കുന്ന ആളായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പൊ ഇതിൽ ആദ്യത്തെ ആളാണ് ഏറ്റവും ഉയർന്ന, ഏറ്റവും ഉന്നതമായ സ്ഥാനം. രണ്ടാമത്തെ ആള് 2ാം സ്ഥാനം. കാരണം എന്താ? രണ്ടാമത്തെ ആള് അയാൾക്ക് അള്ളാഹുവിന്റെ 2 കൽപ്പനകളുണ്ട് അയാളുടെ മുന്നിൽ. ഒന്ന് വലിക്കരുത്, പിന്നെ വലിക്കുന്നത് കണ്ടാൽ തടയണം. അത് ഒന്ന് ചെയ്തു, തടയുക എന്നുള്ള കാര്യം അയാൾ ചെയ്തു. മൂന്നാമത്തെ ആൾ എന്ത് ചെയ്തു? വലിക്കരുത് എന്നുള്ള കൽപ്പനയും ലംഘിച്ചു, ഉപദേശിക്കണം എന്നുള്ളതും ലംഘിച്ചു. അപ്പൊ 2 കുറ്റം. അപ്പൊ നമ്മൾ മുമ്പ് ഒരേ രക്ഷയുള്ളൂ, നന്മ പൂർണ്ണമായും ചെയ്യുകയും ഹറാമുകളൊക്കെ ഒഴിവാക്കുകയും ഫർളുകളൊക്കെ ചെയ്യുകയും ചെയ്യുക, ആ കാര്യങ്ങൾ ഉപദേശിക്കുകയും ചെയ്യുക. അതേ രക്ഷയുള്ളൂ. അല്ലാത്തവരൊക്കെ ശിക്ഷക്കർഹരാണ്. അത് ഇനിയിപ്പോ ഞാൻ ഉപദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ഉപദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാല് അവൻ കൂടുതൽ മോശമാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അറിഞ്ഞിടത്തോളം നന്മകൾ ചെയ്യുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും തിന്മകൾ ഉപേക്ഷിക്കുകയും അത് തടയുകയും ചെയ്യുക. അത് മാത്രമേ നമ്മുടെ മുന്നിൽ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് സൂറത്തുൽ അസ്റിൽ പറഞ്ഞത്, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. പരസ്പരം ഉപദേശിക്കൽ നിർബന്ധമാണ്. അല്ലാത്തവരൊക്കെ ലഫീ ഖുസ്ർ, നഷ്ടത്തിലാണ്. അൻ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് അന്നഹു ഖാൽ, ഇൻഷാ അല്ലാഹ് ഇത് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ഒരു പക്ഷേ നമുക്കൊക്കെ സംശയം തോന്നും, ദുആയുമായി ബന്ധപ്പെട്ട് ഉള്ള ഫضലുകൾ കേൾക്കുമ്പോൾ, ദുആയുടെ അദബുകളും ദുആക്ക് ഉത്തരം കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ആയിട്ടും ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ലല്ലോ. അദ്ദേഹം അതിനുള്ള ഉത്തരം പറയുകയാണ്, ലാ തസ്തബിൽ ഇജാബ, പ്രാർത്ഥനക്ക് ഉത്തരം വൈകി എന്ന് നീ വിചാരിക്കരുത്. നീ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് വിചാരിക്കരുത്. അങ്ങനെ നീ പറയരുത്. കാരണം വഖദ് സദത്ത തരീഖഹാ ബിദ്ദുനൂബ്, ഈ പ്രാർത്ഥനയുടെ ഉത്തരം ഇങ്ങോട്ട് വരുന്ന വഴി നീ പാപങ്ങൾ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്, ഹറാമ് തിന്നുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതം മുഴുവൻ ഹറാമിൽ മുങ്ങിക്കുഴിച്ചിട്ടാണുള്ളത്. അത് യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്യാനുള്ള തടസ്സങ്ങളാണ് ഈ പാപങ്ങൾ. അങ്ങനെ ഈ ഉത്തരത്തിനുള്ള വഴി പാപങ്ങൾ കൊണ്ട് അടച്ചു വെച്ചിട്ട് പിന്നെ നീ പരാതി പറയരുത്. ഒരാളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു മാർഗമാണ് അവൻ പരമാവധി ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുക, അറിയാവുന്ന ഫർളുകളൊക്കെ ചെയ്യുക, ഹറാമുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ഒരാളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാത്തവന് ഉത്തരം കിട്ടാം. ഇതിനർത്ഥം മാസിയത്ത് ചെയ്യുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയൊന്നും അള്ളാഹു സ്വീകരിക്കില്ല എന്നൊന്നല്ല. നമുക്കറിയാം, കാഫറിന്റെ പ്രാർത്ഥന വരെ അള്ളാഹു തആല ചിലപ്പോൾ സ്വീകരിക്കും. അമ്മ യുജീബുൽ മുദ്തറ ഇദാ ദആഹ്, മുദ്തറായി കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യുന്നവൻ ആരാണ്? അള്ളാഹു അല്ലാതെ ആരാണുള്ളത് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അതിലൊരു കാഫിറും ഉൾപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹുവിൽ വിശ്വാസമില്ല, അതിനേക്കാൾ വലിയ മാസിയത്ത് വേറെ ഇല്ലല്ലോ, പാപം വേറെ ഇല്ല. അങ്ങനെയുള്ള ഒരു നിഷേധിയുടെ പ്രാർത്ഥന വരെ അള്ളാഹു സ്വീകരിച്ചേക്കും. അവന്റെ ഭൗതികമായ ആവശ്യങ്ങൾ ചിലപ്പോൾ അള്ളാഹു നടത്തിക്കൊടുത്തേക്കും. പക്ഷെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഒരാൾ തൗബ ചെയ്യുക, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അത് വളരെ എളുപ്പമാണ്. തൗബ ചെയ്താൽ മതി. ദുആ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകൾക്കും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ച് തൗബ ചെയ്താൽ മതി. അതുപോലെ ഹക്കുകൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു വിട്ടിയാൽ മതി. അങ്ങനെ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. അല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.